ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ജീവൻ നിസ്സാരക്കാരനല്ലെന്ന്. അയാളെ തല്ലി ഒതുക്കുമ്പോ നിങ്ങൾ വിജയിച്ചു എന്ന് നിങ്ങൾ കരുതി കാണും. പക്ഷെ സത്യത്തില് അയാള് നിങ്ങളെ ഭംഗിയായിട്ട് ട്രാപ്പ് ചെയ്തു. അമ്മായിയുടെ മാറ്റമാ ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ പോയത്. ആ ഒറ്റ കാര്യം ആലോചിച്ച പോരെ ശ്രുതി. ഇവർ ജീവനെ തല്ലിയ വീഡിയോ എങ്ങനെ അമ്മായിയുടെ കയ്യിലെത്തി? അത് ജീവൻ കൊടുത്തതായിരിക്കില്ലേ? എന്ന് പറഞ്ഞ അമ്മായിയെ കയ്യിലെടുക്കാൻ എന്തോ തന്ത്രം ജീവൻ പയറ്റി. ഇതാ ഞാൻ പറഞ്ഞത്, ആരെ വേണമെങ്കിലും വിശ്വസിപ്പിക്കാൻ അയാളെ കൊണ്ട് പറ്റും. ഏയ്, ഏട്ടന്റെ പെട്ടെന്നുള്ള പെരുമാറ്റത്തില് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ ഏട്ടന്റെ അവസ്ഥയും നോക്കണമല്ലോ. തർക്കിച്ചോ ബഹളം വെച്ചോ അവിടെ നിന്നാ ഏട്ടൻ വീണു പോകുന്നു തോന്നി. അതാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സാറേ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് നിത്യേച്ചിട്ടുള്ള ബന്ധം ഇല്ലാതായി പോകുന്നില്ല. നാളെ നിത്യേച്ചിക്ക് ഒരു സങ്കടം വന്നാലും ഓടിച്ചെല്ലണം ഞങ്ങൾ തന്നെ. അതുകൊണ്ട് ഈ വിവാഹം എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ഇനി കുറച്ചു മണിക്കൂറുകളുണ്ട്. അതിനിടയിൽ എന്ത് ചെയ്യാനാ? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ മോളെ. പക്ഷേ ഈ വിവാഹം നടന്നൂടാ. എത്ര ബുദ്ധിമുട്ടുള്ള മാർഗമായാലും മോള് പറഞ്ഞു, അതിന് ഞങ്ങൾ തയ്യാറാ. സാറാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ക്യാദറിനെ. എന്തിന്? ക്യാദറിനൊരു മാർഗമാണ്. മറ്റു പലർക്കും അറിയാത്ത കാര്യങ്ങള് ക്യാദറിന് പറയാൻ പറ്റും. അതിന്ന് നിത്യേച്ചിയുടെ വീട്ടിൽ വന്നിട്ടായാലും നാളെ മണ്ഡപത്തിൽ വന്നിട്ടായാലും. സാറ്, ശേഷിക്കുന്ന ഒരേ ഒരു മാർഗം ഇതാണ്. സാറയ്ക്ക് അവരെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമൊന്നുമില്ല. അതുമാത്രമല്ല, ക്യാദറിന് ഇങ്ങനൊരു കാര്യം അംഗീകരിക്കണമെന്നുണ്ടോ? വീട് എവിടെയാണെന്ന് അറിഞ്ഞാൽ ഞാൻ കൂടി വരാം മോളെ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കാം. ആ കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? എന്നോട് ക്യാദറിനെ കുറിച്ച് പറഞ്ഞത് അവരുടെ ഒരു ക്ലാസ്മേറ്റാ. ഞാൻ അയാളെ വിളിച്ച് ചോദിക്കാം. അയാളെ കൊണ്ട് കാതറിനെ ഒന്ന് വിളിപ്പിക്കാൻ പറ്റുമോ? നോക്കട്ടെ, നമുക്ക് ശ്രമിക്കാം. രഘുവേട്ടാ, അറിഞ്ഞോ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെന്താ? നമ്മുടെ ചന്ദ്രികയുടെ പുതിയ വീടിന്റെ പാലുകാച്ച് ഉടനെ ഉണ്ടാവും. ഓ, അതാണോ കാര്യം? അല്ല, ഇത് നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ? 10-25 വർഷമായി ഞാനിത് കേൾക്കുന്നു. ഈ ചന്ദ്രികയും മാധവനും ഇനിയെങ്കിലും സ്വന്തമായിട്ടൊരു വീട് പണിയോ? എന്റെ കൂട്ടുകാരിയും ഭർത്താവിനെയും അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അവര് സ്വന്തമായിട്ടൊരു വീട് പണിയുക തന്നെ ചെയ്യും. എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന കാലത്താ ചന്ദ്രിക മോട്ടോർ മെക്കാനിക്കായ മാധവനുമായി സ്നേഹത്തിലായത്. സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ച് മാധവനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങിയപ്പോ അവള് വീട്ടുകാരുടെ മുമ്പിൽ ഒരു ശപഥം ചെയ്തു. സ്വന്തമായി ഒരു 3 നില വീട് പണിയുമെന്ന്. ആ ശപഥം അവള് നിറവേറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരുടെ പെൺമക്കളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ലല്ലോ. പെൺമക്കളുടെ വിവാഹമാണോ സ്വന്തമായൊരു വീടാണോ, ഏതാണ് ആദ്യം നടക്കുക? അതെ, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാം നടക്കും. അതിനൊക്കെ അതിൻ്റെതായൊരു സമയമുണ്ട് സുജാതെ. എങ്കിലേ ആ സമയം അങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 7 മണിക്ക് നമ്മുടെ സ്വന്തം സീ കേരളത്തിൽ മാധവന്റെയും ചന്ദ്രികയുടെയും കഥ തുടങ്ങാൻ പോവാ. മാനത്തെ കൊട്ടാരം. മാനത്തെ കൊട്ടാരം. മോനെ, കല്യാണ തലേന്നാണ് ഇപ്പൊ വിളിച്ചത്. ബുദ്ധിമുട്ടായി എന്നൊക്കെ അമ്മായിക്ക് അറിയാം. അതൊന്നും സാരമില്ല അമ്മായി. എന്താ അമ്മായി വിളിച്ചേ? നമ്മൾ തമ്മിൽ വാക്ക് പറഞ്ഞതുപോലെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ശിവൻ ചേട്ടനും മക്കളും ഇനി നിത്യയുടെ വീടിന്റെ അയൽവക്കത്ത് പോലും വരാൻ പറ്റില്ല. അങ്ങനെയല്ലേ അടിച്ചു പിരിഞ്ഞത്. അമ്മായിയുടെ കഴിവിന്റെ കാര്യത്തിലേ എനിക്ക് ഒരു സംശയവുമില്ല. അയ്യോ, അതുകൊണ്ടാണല്ലോ
ഇക്കാര്യം ഞാൻ അമ്മായി തന്നെ ഏൽപ്പിച്ചത്. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങള്? ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ? ദേ മോനെ, കാര്യം കഴിയുന്നവരെ നാരായണ, കാര്യം കഴിഞ്ഞ കൂരായണ എന്ന് പറഞ്ഞോണ്ട് ഏർപ്പാടുണ്ടല്ലോ. ദേ ഈ അമ്മായോട് കാണിക്കല്ലേ. ഇനി മോന്റെ വാക്കാ പാലിക്കേണ്ടത്. ഞാൻ എന്റെ വാക്ക് പാലിക്കും. അക്കാര്യത്തിലേ ദേ മാറ്റമൊന്നുമില്ല. അല്ല, നിത്യയെ മോൻ വേണ്ടാന്ന് പറഞ്ഞു. വിമലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് കുഴപ്പമില്ലാന്നും മോൻ പറഞ്ഞു. എന്നാ പിന്നെ എന്തിനാ വെറുതെ മണ്ഡപം വരെ വലിച്ചഴിച്ചോണ്ട് പോന്നേ? മോൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞൂടെ നിങ്ങൾ കല്യാണത്തിന് പിന്മാറിയെന്ന്? പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ഞാനും മോനും കൂടെ ഏട്ടന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു, കല്യാണം കഴിക്കുന്നു. എന്റെ അമ്മായി, ഇതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? 2 കുടുംബങ്ങൾ വിവാഹത്തിന് തയ്യാറായി നിൽക്കുക. അമ്മായി നാളെ വിമലുമായിട്ട് മണ്ഡപത്തിലോട്ട് വാ. എന്നിൽ നിന്നും കല്യാണം ഒഴിഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ അവിടെ ചെയ്തിരിക്കും. പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നളിനി അമ്മായിയെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. കാരണം എന്താ? എന്ത്? അമ്മായി നല്ല സ്ട്രോങ് അല്ലേ? അത് ഓർമ്മയുണ്ടായാ മതി. നാളെ ഞാൻ മോനെയും കൂട്ടി മണ്ഡപത്തിൽ കയറി വന്നിട്ടേ മോൻ ഈ പറഞ്ഞതൊന്നും സംഭവിച്ചില്ലെന്നിരിക്കട്ടെ. തെളിവടക്കം നളിനി ഒരു പൊളിച്ചടുക്കലുണ്ടാവും. അയ്യോ, അത് കഴിഞ്ഞ പിന്നെ മാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ മോനും മോന്റെ കുടുംബത്തിനും കഴിഞ്ഞു എന്ന് വരില്ല. മറ്റൊന്നും സംഭവിക്കാത്ത രീതിയിൽ നാളെ ഞാൻ മണ്ഡപത്തിലേക്ക് എത്തുന്നു. നിങ്ങളും പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളായിരിക്കും എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നത്. മുഹൂർത്തം റെഡിയാ, മണ്ഡപം റെഡിയാ, ദേ പെണ്ണു റെഡിയാ. നടക്കേണ്ടതേ വിമലിന്റെ താലി നിത്യയുടെ കഴുത്തിൽ വീഴുക എന്നതാ. അതേ നടക്കൂ. അയ്യോ, എന്റെ പൊന്നു മോനെ, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തെങ്കിലും ദേ ഇപ്പോഴാണ് നെഞ്ചില് ഒരു തണുപ്പ് വീണത്. അല്ല, നാളെ മുഹൂർത്തത്തില് മോന് ഇറങ്ങി പോവല്ലോ അല്ലേ? മോൻ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്, അവളോടും കൂടെ മണ്ഡപത്തിലേക്ക് വരാൻ പറ. എന്നിട്ട് അതേ മുഹൂർത്തത്തിൽ തന്നെ മോനും താലി കിട്ടണം. അത്രയ്ക്കൊന്നും വേണ്ട അമ്മായി. വേണ്ടല്ലേ? ആദ്യം അമ്മായിയുടെ മോന്റെയും കാര്യം നടക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു കാഴ്ചക്കാരനായി നിന്നോളാം. എന്നാ പിന്നെ മോനെ അമ്മായി പോട്ടെ. ഓ, ചെന്നിട്ടേ അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്തു തീർക്കണ്ടേ? അവനെ നന്നായിട്ടൊന്ന് ഒരുക്കണം. പിന്നെ വേണം വേണം. മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ വിമല് നല്ല സുന്ദരനായിരിക്കണം. അതൊക്കെ ഈ അമ്മ ഏറ്റു. എന്നാ പിന്നെ മോൻ വീട്ടിലേക്ക് ചെല്ല്. അമ്മായി പോട്ടെ. ഓ, പാവം, അധ്വാനിച്ചാനുള്ള കൂലി അന്വേഷിച്ച് വന്നത്. അമ്മയ്ക്കും മോനുള്ള കൂലി നാളെ മണ്ഡപത്തിൽ വെച്ച് കൊടുക്കാം. അമ്മാവാ, അമ്മാവാ, എടി അമ്മാവനെവിടെ? എടി, ഞാനിവിടെ മുഴുവൻ നോക്കി, അമ്മാവനെ കാണുന്നില്ല. എവിടെ പോയെന്നറിയോ നിനക്ക്? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞുമില്ല. നിന്റെ ശൗര്യം ഇതുവരെ അവസാനിച്ചിട്ടില്ലല്ലേ? അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഒരു സങ്കടവും തോന്നുന്നില്ലല്ലേ? എടി, അന്തസ്സുള്ള മനുഷ്യന്
എന്തെങ്കിലും അബദ്ധം കാണിക്കാനാണ് ഇറങ്ങി തിരിച്ചെങ്കിലോ? അങ്ങനെയെങ്കിലും ചിന്തിക്കില്ലേടി? നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണോടി ആ മനുഷ്യനെ. കാതറിൻ, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ തനിക്ക്? എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കരുതി മറ്റെന്തോ ആവശ്യത്തിന് എന്നെ കാണാൻ വന്നാന്ന്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ മോളെ. മറ്റൊരു നിവൃത്തിയില്ലാത്തോണ്ടാ. ഒരിക്കൽ ക്യാതറിനെ ദ്രോഹിച്ച അയാളോട് പകരം വെട്ടേണ്ട അവസരമാണ്. പകരം വീട്ടലോ? എത്ര വർഷത്തിന്റെ? എന്റെ ജീവിതത്തിൽ നിന്നും അയാളെ വെട്ടിമാറ്റിയിട്ട് കുറെ കൊല്ലങ്ങളായി. ഇന്ന് ഈ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് തിരികെ എത്താൻ ഒരുപാട് നാളെടുത്തു. അതിനിടയില് ഇത്രയും കാലം കരഞ്ഞ് കരഞ്ഞ് എന്റെ അമ്മച്ചി മരിച്ചു. അപ്പച്ചൻ രോഗിയായി. അത്യാവശ്യം കൊള്ളാവുന്ന കൂട്ടരായിരുന്നു ഞങ്ങളൊക്കെ. ഉണ്ടായിരുന്ന പണം മുഴുവൻ എന്നെ ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിച്ചു. ഇപ്പൊ ഞാനൊരു ട്രാവൽസിൽ ജോലി ചെയ്യാം. കൊള്ളാവുന്ന ശമ്പളമുണ്ട്. കൺമുന്നിൽ വന്നിരിക്കുന്ന കസ്റ്റമറോട് ചിരിക്കുന്നതല്ലാതെ മറ്റൊരാളോട് പോലും എനിക്ക് ചിരിക്കാൻ തോന്നാറില്ല. അങ്ങനെ ഒരു ലൈഫ്. ഇതിനിടയിൽ മറ്റൊരു കാര്യത്തിന് ഞാൻ ഇറങ്ങി തിരിക്കില്ല. ഐ ആം റിയലി സോറി. നിങ്ങൾ പോയിക്കോളൂ. ശരി, ഖാദറിന് ഇപ്പം ആരോടും പകയോ വൈരാഗ്യമൊന്നും ഇല്ലായിരിക്കും. അല്ലെങ്കിൽ പേടിയായിരിക്കും. 2 ദിവസത്തെ അയാളുടെ ദ്രോഹത്തിനാണ് ഖാദറിന് ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെട്ടത്. എൻ്റെ ചേച്ചി ജീവിതകാലം മുഴുവനും അയാളോടൊപ്പം ജീവിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഒരു പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ആലോചിച്ചിട്ടെങ്കിലും. എനിക്കിപ്പോ അങ്ങനെ ആരോടും ഒരു സെന്റിമെന്റ്സും ഇല്ല. അങ്ങനെ ആരും എന്നോടും കാണിച്ചിട്ടില്ല. എനിക്ക് നാളെ ഓഫീസിൽ പോണം. അവിടെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ വെറുതെ സമയം പഴക്കതെ ചെല്ല്. കാതറിൻ, പ്ലീസ്. നോ സാറാ, ഇനിയും നിങ്ങൾ ഇതേ ഉദ്ദേശത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറയേണ്ടി വരും. വേണ്ട മോളെ. മോളത്രയ്ക്ക് ക്രൂരയൊന്നും ആവണ്ട. മരിച്ചുപോയ അമ്മച്ചിയുടെ കാര്യം മോള് പറഞ്ഞല്ലോ. മനസ്സുരുകിയാവില്ല അവർ പോയത്. അപ്പച്ചന്റെ രോഗം എങ്ങനെയുണ്ടായി? അതിന് കാരണം അവൻ തന്നെയല്ലേ? നിന്റെ അപ്പച്ചന്റെ സ്ഥാനത്തുള്ള ഒരാള് നിത്യയുടെ കൂടെയുണ്ട്. എന്റെ ഏട്ടൻ, അവളുടെ അച്ഛൻ. ഏട്ടനിപ്പോ ഒരു രോഗിയാ. എന്റെ മോൾക്ക് വേണ്ടി, എന്റെ ഏട്ടന് വേണ്ടി ഞാൻ യാചിക്കാൻ എനിക്കൊരു മടിയില്ല. അതിന് മോളുടെ കാലിയാ പിടിക്കാം. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ? ഏത് കാര്യത്തിനും അവസാനത്തെ അഭയം ദൈവമാണെന്നല്ലേ പറയാ. ഇപ്പൊ ഈ കാര്യത്തില് ഞങ്ങളുടെ മനസ്സിൽ കുട്ടിക്ക് ആ സ്ഥാനാ. ഒരു വാക്കുകൊണ്ട് ചിലപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ മോക്ക് പറ്റും. ഒന്നും പറഞ്ഞില്ലെങ്കിലും മോൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കല് ആരെങ്കിലും പറഞ്ഞ് ഒരച്ഛനും മോളും മരിച്ച കഥ മോള് കേൾക്കും. അന്ന് സങ്കടം തോന്നരുത്. വാ മക്കളെ. നിക്ക്. ഞാൻ നിങ്ങളോട് എതിർത്തൊന്നും പറയുന്നില്ല. നാളെ വിവാഹ മണ്ഡപത്തില് ഞാൻ വരാം. താങ്ക്സ് കാതറിൻ. അങ്ങനെ ഒരു വരവ് വന്നാല് അതിന്റെ പ്രതികാരമായി അയാൾ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ ഇനി അനുഭവിക്കാനുള്ളത്? ഞാൻ വന്നിരിക്കും, ഉറപ്പ്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതുപോലെയായി നമ്മുടെ അവസ്ഥ. എന്തായിരുന്നു കുറച്ച് ദിവസം ആളും അനക്കവും ബഹളവും. ഇപ്പൊ വീണ്ടും നമ്മൾ 2 ആൾ മാത്രമായി. അച്ഛന് നല്ല സങ്കടം ഉണ്ടല്ലേ? ഉണ്ട് മോളെ.
അത് നല്ലതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല. അവൾ പണ്ടേ ഇങ്ങനെ തന്നെയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കും, മുഖം വെറുപ്പിക്കും, ഇറങ്ങിപ്പോവുകയും ചെയ്യും. അത് ശീലായി. പക്ഷേ നിന്റെ ചെറിയച്ഛനുണ്ടല്ലോ, ശിവാനന്ദൻ, കുറേ കാലം മിണ്ടാതെയും കാണാതെയൊക്കെ ഇരുന്നിട്ട് അവൻ തിരിച്ചു കയറി വന്നപ്പോൾ വല്ലാതെ മോഹിച്ചു പോയി. എൻ്റെ കയ്യിലും കാലിലുമൊക്കെ ഒരു ബലം വെച്ച പോലെ തോന്നല്. പക്ഷേ ബാക്കി ഉണങ്ങാത്ത മനസ്സുമായിട്ടാണ് അവനും കുടുംബവും കയറി വന്നതെന്ന് വൈകിയാണല്ലോ ഞാൻ തിരിച്ചറിഞ്ഞത്. ആ സാരമില്ല. ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയെന്ന് മനസ്സിലാവാത്ത എന്ത് തെറ്റിയതിട്ട് അച്ഛ നമ്മൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആ വേണ്ട, അതൊന്നും ആലോചിച്ച് മനസ്സ് കെടുത്തേണ്ട അവസ്ഥയല്ലല്ലോ നമ്മൾ. നാളെ രാവിലെ കല്യാണ, എൻ്റെ മോളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം മോളെ. ഭൂമിയിലെല്ലാവരും ബന്ധുബലത്തിന് നടുവിലാണല്ലോ നടക്കുന്നത്. തനിച്ച് നടക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ആ അച്ഛനും മോളും ആ കൂട്ടത്തിലാണെന്ന് കരുതിയാൽ മതി. മോളെ, ഇപ്പോ ഈ വീട്ടിലെ സങ്കടം പറയാൻ നമ്മൾ രണ്ടുപേരും ഉണ്ട്. നാളെ മുതല് അച്ഛൻ മാത്രമാവും വീട്ടില്. സങ്കടാവില്ലേ? ഒരാളോട് മിണ്ടാൻ പോലും ആവാതെ ഭ്രാന്ത് പിടിക്കില്ലേ അച്ഛന്? ആര് പറഞ്ഞു മിണ്ടാൻ ആളില്ലെന്ന്? ഞാൻ എപ്പോഴും പറയാറില്ലേ അമ്മയുടെയൊക്കെ തന്നെയുണ്ടെന്ന്. അവൾ അങ്ങനെയൊന്നും പോവില്ല മോളെ. പിന്നെ നിന്റെ കാര്യം, ഈ കയ്യെത്തും ദൂരത്തിരിക്കുന്നത് പോലും ഒന്നെടുക്കണമെങ്കിൽ മോളെ മോളെ എന്ന് വിളിച്ച് ശീലിച്ചതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ആ അതൊന്ന് മാറ്റിയെടുക്കേണ്ടി വരും, അല്ലാതെന്താ. പിന്നെ നീ എപ്പോഴും വരുമല്ലോ. ആ സദാനന്ദ, ജീവിതം ഇങ്ങനെയാ. കൈപിടിച്ചിരുന്നവർ ഓരോരുത്തരായിട്ട് അടുത്തേക്കും അകലത്തേക്കും ആയിട്ട് പോവും, പിന്നെ തനിച്ചാവും. എന്നേക്കുമായി തനിച്ചാവുന്നൊരു യാത്രയുടെ ഒരു തുടക്കം. ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങും പോകുന്നില്ല എന്ന്. അപ്പോ അത് കേട്ടാ മതിയായിരുന്നില്ലേ? മോളുടെ കല്യാണം സമയത്ത് നടത്താതിരിക്കുന്ന ഒരു അച്ഛനാകണോ ഞാൻ? എൻ്റെ മോളെ, മുകളിൽ ചെല്ലുമ്പോഴേ ഇതിനൊക്കെ കണക്കുണ്ട്. സദാനന്ദ, നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ടോ? അപ്പം അച്ഛനെ പറയണ്ടേ, എൻ്റെ മോള് സന്തോഷത്തിൽ നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അവൾക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിച്ചോ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു 10 ജന്മത്തിൻ്റെ അഭിമാനം പറയാൻ നീ മാത്രം മതി. അച്ഛനെക്കുറിച്ച് ഓർത്താൽ മോൾക്ക് സങ്കടം വരും. പകരം ആ ചിന്ത മാറ്റിവെച്ച് നിനക്ക് കിട്ടാൻ പോകുന്ന പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. ഒരു ചെറിയ സങ്കടം തോന്നിയാലും എന്നെ വിളിക്കണോട്ടോ. വിളിച്ചു വരുത്തുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നിയിട്ട് ചെയ്യാതിരിക്കരുത്. കാറുകാരോടും ബസ്സുകാരോടൊക്കെ ചോദിച്ചാ അവരിവിടുന്ന് സുജാതയുടെ വീട്ടിലേക്കുള്ള ദൂരം കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ അച്ഛനും മോൾക്കിടയിൽ അങ്ങനെ ഒരു ദൂരം ഇല്ലല്ലോ. നീ ഇവിടെ ദാ അച്ഛൻ്റെ നെഞ്ചിനകത്ത് തന്നെയുണ്ട്. കിടക്കാറായോ നിനക്ക്? ഇല്ലമ്മ. കുറേ നാളായി കാണാത്തതുകൊണ്ട് ബന്ധുക്കൾക്ക് വിശേഷം പറഞ്ഞിട്ടും തീരുന്നില്ല.
സംസാരിച്ച് വാ കഴിച്ചു. എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് നിന്നോട് സംസാരിക്കാമെന്ന് കരുതിയിട്ടാ. എന്താ അമ്മേ? സാധാരണ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോഴാണ് അമ്മമാര് കല്യാണത്തലേന്ന് അവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കുക. പക്ഷേ പെൺകുട്ടികൾക്കല്ല, ആൺകുട്ടികൾക്കാണ് ഉപദേശങ്ങൾ വേണ്ടത്. അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അടുത്തിരിക്കുന്നതൊക്കെ എനിക്കൊരു എനർജിയാണ്. അമ്മ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ലായിരുന്നു.